സിനിമ ശരിക്കും പറഞ്ഞാൽ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇരിക്കാൻ ഇപ്പൊ കഴിയുന്നില്ല. അവനെ വെല്ലാൻ ആരുമില്ല. ഇപ്പൊ അവർ ചെയ്യുന്നത് മാർക്കറ്റിംഗ് ആണ്. അല്ല, അവര് പൈസ മുടക്കി എടുക്കുന്ന സാധനമാണ്. ഈ തലമുറയിൽ കാണാൻ ഒരു ആട്ടവും ചാട്ടവും പാട്ടും ഇത്രേ ഉള്ളൂ. Feel the freshness. Feel the softness. DQ 78 TFM Grade 1 Soap. മലയാള സിനിമ ഇത് എന്തിനുള്ള പുറപ്പാടാണ്? ഇന്നത്തെ സിനിമ കണ്ടു കഴിഞ്ഞാൽ ചിരിയുണ്ടോ, ചിന്തയുണ്ടോ? ഒന്നുമില്ല. സലീം കുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇന്നത്തെ സിനിമയിൽ യാതൊരു ചിരിയുമില്ല. അവർ പറഞ്ഞതിൽ കാര്യമുണ്ട്. അവരുടെ കാലഘട്ടങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പഴയ കാലഘട്ടം തിരിഞ്ഞു നോക്കുമ്പോൾ ചിരിയുണ്ട്. ജഗതി ശ്രീകുമാർ, ഇന്നസെന്റ്, സലീം കുമാർ, നീണ്ട നിര തന്നെയുണ്ട്. പഴയ നിര, അതിലും വലിയ നിര തന്നെയുണ്ട്. ഇന്ന് ഏത് നിരയാണുള്ളത്? ഇന്ന് ചിരിക്കുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ? കുറേ എന്തോ പോലുള്ള തട്ടിക്കൂട്ട് ബിസിനസ്, അപ്പോൾ തന്നെ കാശ് വേണം, ഉടൻ പണം. അതല്ല ഇന്നത്തെ ചിന്താഗതി. നമുക്ക് ജനങ്ങളോട് ചോദിക്കാം. ജനങ്ങൾ പറയട്ടെ ബാക്കി കാര്യം ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്. ഇപ്പോൾ രാഷ്ട്രീയക്കാരുടെ രീതികളാണ് ഇപ്പോൾ സിനിമയിലായിട്ട് വരുന്നത്. അതിനകത്ത് കോമഡിയേ ഉള്ളൂ. രാഷ്ട്രീയക്കാരെ കോമഡി തന്നെ. അവരെ കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ. രാഷ്ട്രീയത്തിലോട്ട് കറക്റ്റായിട്ട് അറിയാവുന്ന ആൾക്കാരായിട്ട് രാഷ്ട്രീയത്തിൽ പോകത്തില്ല. ജഗതിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഓർത്തോർത്ത് ചിരിക്കാൻ പറ്റുന്ന ഒരു കോമഡിയാണ് അല്ലേ? കൊച്ചി രാജാവ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് പുള്ളി നല്ല ഇതാണ്. ഇപ്പോൾ കുറേ മലയാള സിനിമ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലേ? പഴയ നിലവാരം ഇല്ല. പഴയ നിലവാരമില്ല. അതൊട്ടുമില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ പറയേണ്ട കാര്യമില്ല. ജഗതിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഉപമിക്കാൻ ഇപ്പോൾ ആരും ഇതുവരെ വന്നിട്ടില്ല. അവനെ വെല്ലാൻ ആരുമില്ല. ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പെന്ന് പറയുമ്പോഴേ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഇത് വെച്ചിട്ടാണ്. അതായത് എന്താ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ ഇപ്പോൾ വരുന്ന ഇപ്പോൾ ലേറ്റസ്റ്റ് ഉണ്ണിയുടെ സിനിമ പറയുന്നുണ്ടല്ലേ, അത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ്. ഫുള്ള് മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് ബേസ് മാത്രമാണ് ഇപ്പോഴത്തെ ഫിലിംസ് വരുന്നത്. പക്ഷേ പഴയ കാലം എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും ഇപ്പോൾ ഫാമിലി ഉൾപ്പെടെ കാണാൻ പറ്റിയിട്ടുള്ളത് ഫിലിംസാണ്. അത് മെയിൻ കാരണം കോമഡി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വെച്ചാൽ ഈ ഒരു ബിസിനസ് തന്നെയെന്ന് പറയാം. അത് തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിംഗ്. അല്ലാണ്ട് ഫിലിം അല്ല സംഭവം നോക്കി ഇപ്പോൾ കാണാനില്ല. ഇപ്പോൾ യുവതലമുറ തന്നെ ആയാലും ഇപ്പോൾ ഉദാഹരണം ദൃശ്യം 2 ആ സിനിമ കൊണ്ട് എന്തോരം ഇതായി പറയുമ്പോൾ തന്നെ ദൃശ്യം 2 മോൾ കൊലപാതകം. കാര്യം മാർക്കറ്റിംഗ് ആണ് ഇപ്പോൾ ഫുൾ ഫിലിം എന്ന് പറയുന്നത്. അതായത് ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റുന്ന ഫിലിംസായിട്ട് ഇപ്പോൾ ഇവയെല്ലാം ഫിലിംസ് മാത്രമേ ഉണ്ടാവും. സത്യാന്തിക്ക് അങ്ങനത്തെ 2-3 ഫിലിംസൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പം മൊത്തം ബിസിനസ്സായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഫിലിം പറ്റി പറയുകയാണെങ്കിൽ. ജഗതി ശ്രീകുമാർ കംബാക്ക് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒക്കെ ഓരോരോ കഥാപാത്രങ്ങളെ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റത്തില്ല. അതിലേക്ക് തിരിച്ചു വരുവാണെന്നാണെങ്കിൽ മലയാള സിനിമ തന്നെ കാണുമെന്ന് പിന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഏതാ ഉള്ളത് ഒന്നും പറയാം, ഒന്നും ഉണ്ടാവില്ല. ജഗതി ശ്രീകുമാർ എന്തെല്ലാം കിലുക്കം, അദ്ദേഹത്തിൻ്റെ കിലുക്കം തന്നെ ആയാലും എന്തോരം പടം ഓർക്കാനുള്ളതാണ്. ഇപ്പോഴത്തെ സിനിമ ഒന്നുമില്ല. ഏറെണ്ണം മാത്രമേ ഉള്ളൂ. ഇറങ്ങുന്നത് വെച്ചാൽ അദ്ദേഹം കാഴ്ചവെച്ചൊക്കെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കൊച്ചിൻ ഹനീഫ, ജഗതി ശ്രീകുമാർ, ഇന്ദ്രൻ സാർ ഇപ്പോൾ വേറെ ഒരു ഇതായിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം അദ്ദേഹത്തെ കുറ്റമായിട്ട് അതിനൊരു റോള് വരുന്നില്ല. ഇപ്പോൾ വരുന്ന മൊത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ഒന്നും എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. കോമഡിയെ കുറിച്ചുള്ള ഇപ്പോഴത്തെ അല്ല, അവര് പൈസ മുടക്കി എടുക്കുന്ന സാധനമാണ്. അത് നമ്മൾ പറയല്ലേ ഇതില്ല. കാണുന്നവർക്ക് പോയി കാണാം, അല്ലാത്തവർക്ക് കാണണ്ട. നമ്മൾ കോമഡി കുറവാണ്, മറ്റേ സീരിയസ് കുറവാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമില്ല. ഇല്ലല്ലോ. നമ്മുടെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായത്തിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. പൈസ കൊടുത്ത് കാണുന്ന ആൾക്കാർക്ക് കാണാം, അല്ലാത്ത ആൾക്കാർക്ക് കാണണ്ട, അത്രേ ഉള്ളൂ. സലീം സാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഇല്ലാത്തതിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ തമാശ പടങ്ങളിൽ വളരെ ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തെ ഞാൻ ശരിക്കും ഒത്തിരി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം നമ്മളുടെ ഈ കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ടും, കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെയൊക്കെ മകൻ്റെ പ്രായമേ എനിക്ക്. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും എല്ലാ മനുഷ്യർക്കും ഒരു നല്ല അതായത് പാഠമാണ്. ജഗതി ശ്രീകുമാറിനെ കുറിച്ച് ഓർക്കുമ്പോഴോ? അല്ല, അദ്ദേഹവും നല്ല മനുഷ്യനാണ്. കാരണം എന്ന് വെച്ചാൽ ഈ സിനിമ ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ ഇവരെയൊക്കെ കുറച്ച് വേറെ ആരും ഉണ്ടാവുമല്ലോ. ഇനിയൊരു തലമുറകൾ വന്നു കഴിഞ്ഞാൽ പോലും അത് തന്നെയാണല്ലോ സത്യമായിട്ടുള്ള കാര്യങ്ങൾ. കാരണം വെച്ചാൽ ഇവരെ കൂട്ടുള്ള ഇപ്പം ഇനി പുതിയ ഇതെന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് മലയാള ഫീൽഡിൽ ചിരിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ പഴയ സിനിമകളാണെങ്കിലും എടുത്ത് നോക്കി, ഇപ്പോൾ ജഗതി ശ്രീകുമാർ സാറിൻ്റെ ആണെങ്കിലും എടുത്ത് നോക്ക്, ഈ പറഞ്ഞ എല്ലാവരുടെയും മരിച്ചെന്ന് പറയാൻ പറ്റില്ല എങ്കിലും അവരെയൊക്കെ നമ്മൾ ഇന്നും ഓർമ്മിക്കും. അവരുടെയൊക്കെ ഓരോ ഇതെടുത്ത് നോക്കി നമ്മൾക്ക് അവരെപ്പറ്റി പിന്നെയും കാരണം നമ്മളുടെ മരണം വരെ അവരെ ഇതാകാൻ പറ്റും. ഇന്ന് അങ്ങനെ ചിന്തിക്കാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സാമ്പത്തികത്തിന് വേണ്ടിയിട്ടാണ് ഈ സിനിമ ഫീൽഡിലേക്ക് ഓരോ ആൾക്കാരും വരുന്നത്. പഴയ സിനിമ പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞ പോലെ നല്ല കോമഡി സിനിമയാണ്.
ഇപ്പോഴത്തെ വയലൻസ് അങ്ങനെയല്ല സിനിമ. പഴയ സിനിമ നമ്മളെ മനസ്സിൽ തങ്ങുന്നില്ല. ഒരു ദിവസം കണ്ടപ്പോൾ അന്ന് തന്നെ പോകും. പുതിയത് തങ്ങുന്നില്ല നമ്മുടെ മനസ്സിൽ. പഴയ സിനിമ നമ്മളെ മനസ്സിലപ്പം തങ്ങും. അതാണ് അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലം വ്യത്യാസം. ഓക്കെ, പഴയത് അത്രയും നമ്മുടെ അർത്ഥവത്തായ ഗാനങ്ങളൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. ഇപ്പോൾ നമുക്ക് തോന്നിയ പാട്ട് പാടൽ അതന്നെ നമ്മൾ മനസ്സിൽ തങ്ങുന്ന പാട്ടില്ല. പഴയ പാട്ടിൻ്റെ അത്ര രീതിയിൽ വരുന്നില്ല പുതിയ സിനിമ. പുതിയ സിനിമകൾ നമ്മൾ ഡെയിലി ഒരു ദിവസം കണ്ടാൽ അന്ന് തന്നെ മനസ്സിലുണ്ടാവുള്ളൂ, പിറ്റേ ദിവസം മനസ്സിലുണ്ടാവില്ല. പഴയ സിനിമ അങ്ങനെ നമ്മളെപ്പോൾ മനസ്സിലുണ്ടാവും. അതാണ് പഴയ സിനിമ നമ്മൾ ഇപ്പോഴത്തെ സിനിമയുള്ള വ്യത്യാസം. കോമഡി കുറവാണ്. കോമഡിയിൽ ഇപ്പോഴത്തെ സിനിമ കാണാനും അത്ര ഒരു ഇതല്ല, പഴയ സുഖമില്ല. പഴയ സിനിമയാണെങ്കിൽ കാണാൻ കഥയുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്, പാട്ട് എല്ലാ ഇതും ഉണ്ട്. ഇപ്പം പുതിയ തലമുറയ്ക്ക് കാണാനൊരു ആട്ടവും ചാട്ടവും പാട്ടും ഇത്രയേ ഉള്ളൂ. അതിനെപ്പറ്റി വേറെ ഒന്നും പറയാനില്ല. വല്ല TV ചാനലിൽ കണ്ട ഒരു ചിരി മെമ്പർ ചിരി അങ്ങനെയുള്ള അതൊക്കെ നേരത്തെ നല്ല കഥയായിരുന്നു. ഇപ്പം അത് ഇത്തിരി ഇതായിട്ടുണ്ട്. അതുപോലെ അങ്ങനെയുള്ള കഥ എന്തെങ്കിലും കോമഡി കാണണമെങ്കിൽ അങ്ങനെയെങ്കിലും എന്തെങ്കിലും ഇപ്പം കണ്ടാലേ ഉള്ളൂ. അല്ലാതെ കോമഡി ആയിട്ടുള്ള യാതൊരു വിധ പരിപാടിയില്ല. ഇപ്പോൾ ഒരു എന്ത് സിനിമയെന്ന് പിന്നെ എന്താണ് പറയാൻ പോലും പറ്റില്ല. ആ ഒരു കണ്ടീഷനാണ്. എന്താസ്വദിക്കാനാണ് ഭയങ്കര പേരോടെ ചെന്ന് കയറും. പക്ഷേ അത് ആസ്വദിക്കാനുള്ള ഒന്നുമില്ല. അപ്പോൾ ഇപ്പോഴുള്ള പിള്ളേർക്ക് പറ്റുമായിരിക്കും. പഴയ ആൾക്കാരുടെ പഴയ കണ്ടുള്ള സിനിമകളും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല.